വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി കർത്താവേ ആമേൻ തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണം. ഒരു ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ മുന്നേറുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദാസന്മാരെ ദൈവം ശക്തീകരിക്കണം. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവേ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിന്റെ നിറവിലും അതേ ആത്മാവിന്റെ സാന്നിധ്യത്തിലും സംസാരിപ്പാൻ ദൈവം അഭിഷേകം ചെയ്യണമേ. ദൈവകൃപ തന്നെ ദാസന്മാർമേൽ പകരണമേ. കേൾക്കുന്ന ഞങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമായി വിടുതലായി കർത്താവേ ഇന്ന് പകൽക്കാലം രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് സകലരോട് ഇവിടെ വിടുവാൻ ഹൃദയങ്ങളെ മാറ്റിമറിപ്പാൻ ഹൃദയത്തോട് ആഴത്തിൽ ഇടപെടുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. എളിവനെ താഴ്ത്തുന്ന കർത്താവേ മഹത്വം വെളിപ്പെടണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവത്തെ പാടി സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ ദൈവം അവസരമൊരുക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ നിങ്ങളുമായി ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ആലോചിച്ച് പറഞ്ഞ സന്ദേശത്തിൻ്റെ ബാക്കി ഭാഗം തന്നെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച അതേ വാക്യം തന്നെ ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകൾ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വേദഭാഗമാണ്. ആമേൻ. ഇതിനു മുൻപ് ഉപവാസ പ്രാർത്ഥനയിലെടുത്ത താക്കോൽ വാക്യമാണിത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ പ്രാവശ്യം ചിന്ത എന്ന് പറയുന്നത് ആമേൻ യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് ആത്മാവിൽ പോരാടുന്ന ഒരു ആത്മീക കൂട്ടത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജഡത്തിൽ ആശ്രയിച്ച് ഈ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു ജഡീകനെക്കുറിച്ചുമാണ് നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത്. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമത്തെ പാർട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവം തിരഞ്ഞെടുത്ത ഒരു ആത്മീക കൂട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച ഒരു ജഡീക കൂട്ടത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണെന്ന് നമ്മൾ ചിന്തിച്ചു. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ഭാഗമെന്ന് പറയുന്നത് ദൈവസഭയിലെ ആത്മീകനും ദൈവസഭയിലെ ജഡീകനും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് അതിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച് അതേ ഭാഗത്ത് അവിടെ തന്നെ പോകാം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചിരുന്നത് 4ഉം 5ഉം അധ്യായങ്ങളായിരുന്നു. തുടർന്ന് നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. മതി. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ 6-ാം അധ്യായത്തിൽ 4ഉം 5ഉം അധ്യായങ്ങളിൽ നമ്മൾ 10 തലമുറകളെക്കുറിച്ച് പഠിച്ചു. 7 തലമുറ. കൈയിൻ്റെ തലമുറ എന്ന് പറയുന്നത് 7-ൽ വന്ന് അവസാനിക്കുകയാണ്. അത് ജഡീകൻ്റെ തലമുറ 7-ാം തലമുറയിൽ അവസാനിക്കുകയാണ്. അതിനുശേഷം നമ്മൾ 5-ാം അധ്യായത്തിൽ ഒരു ആത്മീകൻ്റെ തലമുറയുടെ ആരംഭം കുറിക്കുകയാണ് അവിടുന്ന്. അത് ഇന്നും നിന്നിട്ടില്ല. അവൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെടുന്നവരെല്ലാവരും ആത്മീക തലമുറയിൽ അംഗമാകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടാമത് ഇപ്പോൾ ചിന്തിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് സഭയ്ക്കുള്ളിലെ നമ്മൾ ഈ ലോകത്തിലുള്ള ആത്മീകൻ്റെ ആ കൂട്ടത്തെക്കുറിച്ചുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് ഇപ്പം നമ്മൾ കടന്നു വരുന്നത് ഈ സഭയ്ക്കുള്ളിലെ ആത്മീകനും ജഡീകനെയും കുറിച്ചുള്ള ചിന്തയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അതിനുവേണ്ടി നമുക്ക് നമ്മൾ വായിച്ച ഭാഗമാണല്ലോ, നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം
പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീഴ്ത്തേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഈ പെട്ടകത്തെ നമുക്ക് സഭയായിട്ട് ഉപമിക്കാം. ആമേൻ. പുതിയ നിയമത്തിൽ ഈ പെട്ടകത്തെ നമുക്ക് സഭയായിട്ട് ഉപമിക്കാം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ സഭയെ ആമേൻ അറകൾ ഉണ്ടാക്കണം. ഈ സഭയ്ക്ക് ആമേൻ ഈ നോഹ ഉണ്ടാക്കിയ പെട്ടകത്തിന് 3 അറകൾ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 3 അറകൾ, അതായത് 3 തട്ടുണ്ടായിരുന്നു. നമുക്ക് താഴോട്ട് വരുമ്പോൾ ചിന്തിക്കാം. എന്ന് പറയുന്നത് പോലെ ദൈവസഭയ്ക്കും ഒരു അടുക്കുണ്ട്, ഒരു ചിട്ടയുണ്ട്, ഒരു അടുക്കുണ്ട്. നമുക്ക് ഹല്ലേലൂയ എഫെസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ പുതിയ നിയമസഭയുടെ അടുക്കെന്ന് പറയുന്നത് ഈ 5 വിധ സ്ഥാനങ്ങളാണ്. 5 വിധ തട്ടിൽ പുതിയ നിയമസഭ എന്ന പെട്ടകത്തെ യേശു ക്രിസ്തു പണിതിരിക്കുകയാണ്. ഈ 5 ഘടകങ്ങളെ പുതിയ നിയമസഭയിലുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു നിലയില്ല. ഈ കൂട്ടങ്ങളെ, ഈ 5 തട്ടുകളെയും ചേർത്തിട്ട് യേശു ക്രിസ്തു വിളിക്കുന്ന പേരാണ് ശിഷ്യന്മാർ. ആമേൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തു, അതായത് ഈ 5 തലങ്ങളിൽ 5 പൊസിഷനുകളിൽ ജീവിക്കുന്ന ദൈവിക മക്കൾ തമ്മിൽ അഹങ്കരിക്കുവാനോ ഞാൻ ഇന്ന പൊസിഷനിലാണെന്ന് അഹങ്കരിക്കുവാനോ അവസരമില്ല. കാരണം അവരെ എല്ലാം യേശു ക്രിസ്തു കാണുന്നത് നീ എൻ്റെ ശിഷ്യൻ എന്ന ലേബൽ. എല്ലാവർക്കും ഒരേ പൊസിഷനാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. സുവിശേഷകനും ഇടയനും ഉപദേഷ്ടാവിനും ഒരേ പൊസിഷൻ കൊടുത്തിട്ട് യേശു ക്രിസ്തു വിളിക്കുകയാണ്, നീ എൻ്റെ ശിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പുതിയ നിയമസഭയിലെ ഈ അനുഗ്രഹിക്കപ്പെട്ട 5 പൊസിഷനുകളിൽ ഏത് പൊസിഷനാണ് എൻ്റെ എന്ന് അത് തീരുമാനിക്കേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ്. ഇതിലേത് പൊസിഷനാണ് എൻ്റെ, അതിനുവേണ്ടി എനിക്ക് ലഭിച്ച ആ പൊസിഷൻ തിരഞ്ഞെടുത്തിട്ട് അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ നിലനിൽക്കുവാൻ, വിശുദ്ധിയിലും വേർപാടിലും നിലനിൽക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ പെട്ടകം പണിയുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട്. നമുക്ക് അങ്ങോട്ട് വായിക്കാം. ഇനി ആരാണ് ഈ പെട്ടകത്തിൽ കിടക്കുന്നത്? ഈ നോഹ പണിത പെട്ടകത്തിൽ ആരാണ് പ്രവേശിക്കുന്നത്? നമുക്ക് വായിക്കാം. അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. 9 ചേർത്തൊന്ന് വായിക്കാമോ? നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. മതി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പെട്ടകത്തിൽ പ്രവേശിക്കുന്ന ആരാ? കൃപ ലഭിച്ചവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നോഹ പണിത പെട്ടകത്തിൽ പ്രവേശിക്കുന്നത് കൃപ ലഭിച്ചവരാണ്. അങ്ങ് പുതിയ നിയമസഭ എന്ന ഈ പെട്ടകത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായി ഹല്ലേലൂയ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകനും ഉപദേഷ്ടാവും ഇടയനും എന്ന തട്ടിൽ മൂലക്കല്ലായി യേശുക്രിസ്തു തന്നെ നിന്നുകൊണ്ട് പണിത ഈ പുതിയ നിയമം എന്ന സഭ എന്ന പെട്ടകത്തിൽ ഹല്ലേലൂയ ആരാണ് പ്രവേശിക്കുന്നതെന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഹല്ലേലൂയ കൃപ ലഭിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പുതിയ നിയമസഭ എന്ന പെട്ടകത്തിൽ പ്രവേശിക്കുന്നത് നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ. ഹല്ലേലൂയ. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം, ദൈവത്തെ സ്തുതിക്കാം. അതും കൃപയാൽ. പഴയ നോഹ പണിത പെട്ടകത്തിൽ കൃപ ലഭിച്ചവർ കയറിയതുപോലെ പുതിയ നിയമസഭയാവുന്ന പെട്ടകത്തിൽ കൃപയാൽ നമ്മളും പ്രവേശിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ. നമുക്ക് ആ പെട്ടകത്തിൻ്റെ പണിയെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ 15-ാമത്തെ അതിനകത്ത് തന്നെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ പെട്ടകം പണിതതിന് ശേഷം ഇതിനെ കീൽ കൊണ്ടൊന്ന്
തേക്കണം, പുറത്ത് തേൽക്കണം. നമ്മൾ ഇതുപോലെ ഒരു സന്ദേശം കഴിഞ്ഞ ദിവസം കേട്ടതാണ് ചാനലിൽ നിന്നുകൊണ്ട്. മോശ ഒരു പെട്ടകത്തിൽ നൈൽ നദിയിൽ ഒഴുക്കി വിടുമ്പോൾ പശയും കീലും കൂടെ തേക്കുന്നൊരു നമ്മൾ കേട്ടതാണ്. ബൈബിളിൽ 1-2 സ്ഥലങ്ങളിൽ അങ്ങനൊരു വാക്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പെട്ടകം, കൃപയാകുന്ന നമ്മുടെ ഈ പെട്ടകമാകുന്ന സഭയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ്. ആമേൻ. അത് എന്തിനാണ് ആ പെട്ടകത്തിൽ ആ കീൽ തേക്കുന്നത്? ദൈവത്തിനറിയാം, ഇനിയും കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു മഴ വരികയും ഈ ഭൂമിയിൽ ഒരു വലിയ ജലപ്രളയം ഉണ്ടാവുകയും ചെയ്യും. ഈ ഭൂമി മുഴുവനും ആ ശവങ്ങൾ കൊണ്ട് ചീഞ്ഞ് നാറും, ആ വെള്ളമെല്ലാം മലിനപ്പെടും. അന്നേരം ഒരു പെട്ടകം അതിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മലിനപ്പെട്ട ജലം ഈ പെട്ടകത്തിൻ്റെ അകത്ത് കയറാതിരിക്കുവാൻ പശയും കീലും കൊണ്ട് മനോഹരമായിട്ട് അതിനെ കവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ അവിടെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. അതുപോലെ ഈ ലോകത്തിലുള്ള യാതൊന്നും ഈ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കാതിരിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഹല്ലേലൂയ യേശുക്രിസ്തു പോയതിന് ശേഷം നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചു. ആ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് ഇന്നും ഈ സഭയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമേ ഒരു സഭ മുന്നോട്ട് പോകുകയുള്ളൂ. ആത്മാവില്ലാത്തടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു മനസ്സോടുകൂടെ മുന്നോട്ട് പോകുന്ന ഈ സഭയിൽ അംഗമായ നമ്മളെല്ലാവരും ഒരു മനസ്സുള്ളവരായിരിക്കണം, ഏക ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, ഈ ഏക ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടു പോകുന്ന ഈ പെട്ടകത്തിൽ ഞാൻ മുഖാന്തരം ഒരു തടസ്സമുണ്ടാകാതിരിക്കേണ്ടതിന് എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും തെറ്റുകളെയും ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ആത്മാവിൽ ഒരു മനസ്സോടെ ഹല്ലേലൂയ, ഏക മനസ്സോടെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇവിടെ ഇതാ ആമേൻ. അങ്ങനെ പെട്ടകങ്ങൾ കീലുകൾ കൊണ്ട് തേച്ചു അറകൾ ഉണ്ടാക്കി താഴോട്ട് വായിക്കുമ്പോൾ ആമേൻ അതിൻ്റെ 15-15 വാക്യം. പെട്ടകത്തിന്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വെക്കണം. പെട്ടകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വെക്കണം. മതി, ഒന്ന് നിർത്തണേ അമ്മ. അവിടെ ആ പെട്ടകത്തിന്റെ ഒരു പണിയെക്കുറിച്ച് പറയുകയാണ്. പെട്ടകത്തിന്റെ 300 മുഴം വീതി, 50 മുഴം ഉയരം, 50 മുഴം 50 മുഴം വീതി. നീളം 300 മുഴം, നീളം 300 മുഴം, വീതി 50 മുഴം, ആമേൻ, ഉയരം 30 മുഴം. ആമേൻ. നമ്മുടെ അടിക്കണക്കിൽ പറയുകയാണെങ്കിൽ ആമേൻ, ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 450 അടിയും അതിൻ്റെ വീതി എന്ന് പറയുന്നത് 75 അടിയും അതിൻ്റെ ഉയരമെന്ന് പറയുന്നത് 45 അടിയുമാണ്. അങ്ങനെ 45 അടിയുള്ള ഇതിനെ 15 അടി വെച്ചിട്ട് 3 അറകളായിട്ട് സൃഷ്ടിച്ചിരിക്കുക ഈ പെട്ടകത്തെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇതിനെ എന്നിട്ട് കീൽ കൊണ്ട് തേച്ചിരിക്കുകയാണ്. ആമേൻ. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിനെക്കുറിച്ചൊരു കണക്ക് പറയുന്നത് ഏകദേശം 92,200 സ്ക്വയർ ഫീറ്റ് ഓളം അതിന് വിസ്തീർണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏകദേശം മനസ്സിലാക്കുന്ന ഭാഷയെ പറഞ്ഞാൽ 550 ട്രെയിൻഡ് ബോഗി ഉണ്ടല്ലോ, അതിൽ കൊള്ളാവുന്ന ആളുകളെ ഈ പെട്ടകത്തിൽ കയറ്റുവാൻ പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത്. 550 ബോഗിയിൽ കൊള്ളുന്ന ആൾക്കാരെ ഈ പെട്ടകത്തിൽ കയറ്റാൻ പറ്റുമായിരുന്നു. ദൈവം അത്ര വിസ്തീർണമായിട്ട് ഈ പെട്ടകം പണിത് എന്തിനാണെന്നറിയോ? ആരും പറയരുത് അമ്മ അതിനകത്ത് സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കയറാതിരുന്നതെന്ന്. ഈ കൃപയാൽ നമുക്ക് ലഭിച്ച ഈ സഭയിൽ അമ്മ എല്ലാവർക്കും, ഈ സർവ്വ സൃഷ്ടികൾക്കും അമ്മ സർവ്വ ദൈവത്തിൻ്റെ കീഴിൽ ജനിച്ച അവൻ സർവ്വ മനുഷ്യനും ഈ കൃപയുടെ ഉള്ളിൽ വരാം. ആരും പറയരുത് അമ്മൻ്റെ അവിടെ സ്ഥലമില്ലായിട്ടാണ് ഞാൻ പോവാതിരുന്നതെന്ന് പറയാതിരിക്കേണ്ടതിന് ദൈവം അതിമനോഹരമായിട്ട് ആ പെട്ടകത്തെ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല ആ പെട്ടകത്തിന് ആമേൻ ഒരു വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. അവിടെ പറയുന്നത് ഏകവചനമാണ്. ആമേൻ. ആ പെട്ടകത്തിന് ഒരേ ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ
ആമേൻ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാതിലാകുന്നു. ആമേൻ. ഈ കൃപായുഗത്തിൽ ഈ സഭയ്ക്ക് ഒറ്റ വാതിലേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. ആമേൻ. നമ്മുടെ അരുമനാഥൻ എന്നുള്ള ഒറ്റ വാതിലിലൂടെ ഈ കൃപായുഗത്തിൽ ഈ സഭ എന്ന പെട്ടകത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഏകദേശം 830 കോടിയിലധികം ജനങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതിൽ ഹല്ലേലൂയ അനേകരെ തഴഞ്ഞിട്ട് ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മളെ ഹല്ലേലൂയ ഈ കൃപയിലൂടെ ഹല്ലേലൂയ ആ യേശു ക്രിസ്തു എന്ന വാതിലിലൂടെ ആ പെട്ടകത്തിൽ നമ്മളെ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മൾ എത്ര സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ മഹാഭാഗ്യമോർത്ത് ഈ നാളുകൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ പറയുന്നു അവൻ ഞാൻ ഏകവാതിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി അതിൻ്റെ ഒരു മറ്റൊരു സന്ദർഭം കൂടെ പറയാം. ആമേൻ. ഇവിടെ ആരാണ് ഈ പെട്ടകത്തിൽ കടന്നത്? 18-ാം വാക്യം വായിക്കുന്നു. ഞാൻ നിന്നോടൊരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈ രണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. ആമേൻ. ഹല്ലേലൂയ. ആരാണ് ഈ പെട്ടകത്തിൽ കടന്നത്? കൃപ പ്രാപിച്ചവർ. അവരോട് ദൈവം ഒരു നിയമം ചെയ്തു. ഹല്ലേലൂയ. ഞാനാകുന്നു. ഈ വാതിൽ അടയ്ക്കുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുള്ള ഒരു നിയമം ദൈവം അവരുമായി ചെയ്തു. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഹല്ലേലൂയ നമുക്കറിയുമോ, നിങ്ങൾ ഈ മൃഗങ്ങളെക്കുറിച്ചൊരു പഠനത്തിൽ പറയുന്നത് ഈ ഭൂമിയിൽ ഏകദേശം 3500 ടൈപ്പ് മൃഗങ്ങളും ഏകദേശം ഉരകങ്ങൾ, അത് ഇഴജന്തുക്കൾ 5500 ടൈപ്പും ഏകദേശം 8600 ടൈപ്പ് പക്ഷികളും ഈ ലോകത്തിലുണ്ട്. മനുഷ്യൻ്റെ പഠനത്തിലൂടെ അവർ പുറത്തുവിട്ട റിപ്പോർട്ടാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 7 ദിവസം ദൈവം കൊടുത്തിട്ട് ആ പെട്ടകത്തിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ടൈപ്പ് മൃഗങ്ങളിൽ നിന്ന് ഈരണ്ടും ആമേൻ ഈ മൃഗത്തിൽ വന്ന് വളരെ അനുസരണത്തോടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മാനിച്ച് ആമേൻ തമ്മിൽ ശത്രുക്കളായിരുന്നവർ ആമേൻ അനുസരണയോടെ ഈ പെട്ടകത്തിൽ വന്ന് കയറുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല. ആമേൻ. അനുസരണയോടെ ആ പെട്ടകത്തിൽ അത് വന്ന് കയറുക മാത്രമല്ല, തുടർന്ന് താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നു അതിൽ ചില മൃഗങ്ങളെ, ശുദ്ധിയുള്ള മൃഗങ്ങളെ അവർ 7 വെച്ച് കയറ്റി, 7 വീതം ഈ പെട്ടകത്തിൽ കയറ്റി. ഞാൻ അങ്ങനെ ആലോചിച്ചു അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കയറ്റിയത്. നമുക്ക് താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ 8-ാം അധ്യായം 20-ാം വാക്യത്തിൽ നോഹ യഹോവയ്ക്കൊരു യാഗം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകൾ ചിലത് എടുത്ത് യാഗപീഠത്തിൻ്റെ മേൽ ഹോമയാഗം അർപ്പിച്ചു. ആമേൻ. ഈരണ്ടിനെ കൊണ്ട് കയറിയെങ്കിൽ ഹോമയാഗം അർപ്പിച്ചാൽ പിന്നെ അവിടെ ആ വംശം പിന്നെ അവിടെയില്ല. പക്ഷേ 7 അശുദ്ധിയുള്ളതിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെ യാഗം കഴിച്ചപ്പോൾ ബാക്കി വന്നു. ആമേൻ. ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും ആമേൻ നമുക്ക് ആദ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ സാവധാനം നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നം വന്നത്? ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇതെന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, ഞാൻ ദൈവത്തെ സേവിക്കുന്നില്ലേ, ആരാധിക്കുന്നില്ലേ? അങ്ങനെ നമ്മൾ പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ ആ കഷ്ടത്തിലായിരുന്നത് പിന്നീടൊരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഗുണത്തിന് കാരണമായി തീരും, അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ നിരാശപ്പെടുന്നവരായിട്ടല്ല, പ്രയാസപ്പെടുന്നവരായിട്ടും പരാതി പറയുന്നവരായിട്ടുമല്ല. ആമേൻ. നീ എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടം തന്നത് നാളെ എൻ്റെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവരായി നമുക്ക് മാറാം. ആമേൻ. അങ്ങനെ ഹല്ലേലൂയ. ആമേൻ. സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈരണ്ട് പെട്ടകത്തിൽ കയറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 6-ാം അധ്യായത്തിലൊന്ന് 7-ാം അധ്യായത്തിലേക്കൊന്ന് വരാമോ? 7-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഭൂചരജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു.
ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. മതി, നമുക്കറിയാവുന്ന കാര്യമായിട്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിച്ചോടിച്ച് പോകുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവം നോഹയുടെ അടുത്ത് പറഞ്ഞു, നീ 500-ാമത്തെ വയസ്സിൽ പറഞ്ഞു നീ ഒരു പെട്ടകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. 100 വർഷം നോഹ പ്രസംഗിച്ചു, ഒരു പെട്ടകമുണ്ടാക്കി. ആ നോഹയുടെ 600-ാമത്തെ വയസ്സിൽ ഒരു വലിയ ജലപ്രളയമുണ്ടായി. ആ ജലപ്രളയം ഉണ്ടായതിനു ശേഷം ഏകദേശം 40 ദിവസം 40 പകലും രാവും നിർത്താതെ മഴ പെയ്തു. ആ ജലപ്രളയമുണ്ടായി, വലിയ ജലപ്രളയമുണ്ടായി. നോഹ കൃപ ലഭിച്ച നോഹയും മറ്റ് മൃഗങ്ങളും സർവ്വജഡവും ആ പെട്ടകത്തിൽ കയറി. അതിനൊടുവിൽ ഈ പെട്ടകം ചില ദിവസങ്ങൾ ഭൂമിയിൽ മഴ പെയ്തതിന് ശേഷം ഭൂമി മുഴുവനും ജലം കൊണ്ട് നിറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അതിനുശേഷം ആ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 7:16 ആദ്യം ഒന്ന് വായിക്കാമോ? പോലെ അകത്ത് കിടന്നവർ സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിലടച്ചു. യഹോവ വാതിലടച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവ വാതിലടച്ചു. ആമേൻ, ആമേൻ. യഹോവ നോഹയാണ് പെട്ടകം ഉണ്ടാക്കിയത് ആൾക്കാരെ കൊണ്ട്. ആമേൻ, വാതിലെല്ലാം സൃഷ്ടിച്ചത് നോഹയാണ്. എന്നാൽ ആമേൻ, അതിൻ്റെ ആ ഒരു പ്രതിസന്ധി കടന്നു വന്ന് ജലപ്രളയം ഉണ്ടായപ്പോൾ ആ വാതിൽ അടച്ചത് യഹോവയാണ്. കാരണം ആമേൻ, യഹോവ അടച്ചാൽ അത് ആർക്കും തുറക്കാൻ കഴിയുകയില്ല. യെശയ്യാവ് 22:22 പറയുന്നു, അവൻ അടച്ചാൽ അത് ആർക്കും അവൻ തുറന്നാലോ അത് ആർക്കോട്ട് അടയ്ക്കാനും പറ്റുകയില്ല. ആമേൻ. അങ്ങനെ ഹല്ലേലൂയ, ഈ കൃപായുഗത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 25 ആ 10 കന്യകമാരുടെ ഉപമ പറയുമ്പോൾ ആ മണവാളൻ കടന്നു വന്ന് ഹല്ലേലൂയ വാതിൽ അടച്ചപ്പോൾ ഹല്ലേലൂയ എണ്ണയില്ലാത്ത 5 പേർ അവൻ അകത്ത് പ്രവേശിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഈ കൃപായുഗത്തിൽ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവ പൈതലേ, ആത്മാവിൽ ബലപ്പെട്ട് ദൈവത്തിന് വേണ്ടി എരിവോടെ നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ഒരു നാൾ കർത്താവ് കടന്നു വരുമ്പോൾ അവനോടൊപ്പം ഹല്ലേലൂയ ആ നിത്യ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് ഒരുക്കമുള്ളവരായി വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നുവെങ്കിൽ അവൻ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഈ വാതിലുകൾ ഹല്ലേലൂയ എന്നേക്കുമായി അടയ്ക്കുന്നതിന് മുൻപായി ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ലോകത്തിൽ കാണുന്ന അന്ത്യകാല സംഭവങ്ങളെ ഹല്ലേലൂയ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒന്നോർക്കുക, എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ പേരിൽ അനേക വ്യാജ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, യുദ്ധങ്ങളും പ്രതികൂലങ്ങളും വലിയ വലിയ ഹല്ലേലൂയ അനർത്ഥങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ അനേകർ യേശുവിൻ്റെ നാമം എടുത്തുകൊണ്ടുവന്ന് ഹല്ലേലൂയ യേശുവിനെ ഹല്ലേലൂയ അനർത്ഥമാക്കിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തെ ദുഷിച്ചുകൊണ്ട് ഹല്ലേലൂയ അതിനെ ഒരു സാമ്പത്തിക മാർഗമായി സ്വീകരിച്ചുകൊണ്ട് പലരുമായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്, ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ കൃപായുഗത്തിൽ ഈ പെട്ടകത്തിൻ്റെ യാത്ര അവസാനിക്കാറായി. പരിശുദ്ധ ആത്മാവാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ കൃപായുഗത്തിലെ സഭ എന്ന പെട്ടകത്തിൻ്റെ യാത്ര അവസാനിക്കാറായി. അങ്ങനെയെങ്കിൽ ഈ പെട്ടകത്തിന്റെ വാതിൽ എൻ്റെ കർത്താവ് അടയ്ക്കുന്നതിന് മുൻപേ ഈ പെട്ടകത്തിലേക്കൊന്ന് കിടക്കുവാൻ, ഈ പെട്ടകത്തിലേക്കൊന്ന് പ്രവേശിക്കുവാൻ ദൈവം പറഞ്ഞതുപോലെ കൃപ ലഭിച്ച നമ്മൾ ഹല്ലേലൂയ അവന് വേണ്ടി എരിവോടെ നിൽക്കേണ്ടതിനായി ഹല്ലേലൂയ വിശുദ്ധിയിലും വേർപാടിലും അടിയൻ ഹല്ലേലൂയ അങ്ങയുടെ ഹല്ലേലൂയ നാമത്തിങ്കൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ സർവവും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ ഈ ലോകത്തിലുള്ളതെല്ലാം ഞാൻ ചവറെണ്ണുന്നു. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം മതി, എൻ്റെ കർത്താവിനെ കണ്ടാൽ മതി, എൻ്റെ കർത്താവിൽ പ്രത്യാശ വെച്ചാൽ മതി, എൻ്റെ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തോടു കൂടെ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവ് വാനമേഘങ്ങളിൽ തൻ്റെ ദൂതഗണങ്ങളുമായി ആകാശമേഘങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ ആ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ അവനോടൊത്തൊന്ന് ആഘോഷിക്കുവാൻ, അവനോടൊത്തൊന്ന് പാട്ട് പാടുവാൻ നമ്മളെ തന്നെ ഒരുക്കേണ്ടതിന് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ സഭയിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ നല്ല കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചു, ഹല്ലേലൂയ, യഹോവ ആ വാതിൽ അടച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കൃപ പ്രാപിച്ചവർ ആ പെട്ടകത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം വലിയ 150 ദിവസം വലിയ ജലപ്രളയം ഈ ഭൂമിയിൽ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ചൊരു വാക്യം പറയുന്നത് 7:20 പറയുന്നു, ആമേൻ, പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള ഏറ്റവും ഉയർന്ന മല എന്ന് പറയുന്നത് എവറസ്റ്റ് കൊടുമുടിയാണ്. ഹല്ലേലൂയ. 29,035 അടിയാണ് അതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 29,035 അടി കഴിഞ്ഞതിന് ശേഷം 15 മുഴം, അതായത് 23 അടി, 25 അടി വീണ്ടും ജലം പൊങ്ങി. അങ്ങനെ തന്നെ 150 ദിവസം ആ ജലപ്രളയം അങ്ങനെ തന്നെ കിടന്നു, ജലം ഭൂമി പിടിച്ചെടുക്കാതെ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ആ മഴ നിന്നതിന് ശേഷവും ആ ജലം ഭൂമി പിടിച്ചെടുക്കാതെ അങ്ങനെ തന്നെ 150 ദിവസം അതവിടെ നിന്നു. കാരണം ആ പ്രളയം വിട്ടത് മനുഷ്യനല്ല, സർവശക്തനായ യഹോവയാണ്. ആമേൻ. സകല മൃഗങ്ങളും പക്ഷികളും കന്നുകാലികളും മലകളും കുന്നുകളും സ്തുതിക്കുന്ന വാഴ്ത്തുന്ന സകല വൃക്ഷങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ യഹോവയുടെ കൽപ്പനയാ അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അതങ്ങനെ തന്നെ നിന്നു. 150 ദിവസം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ പർവ്വതങ്ങളൊക്കെ മൂടി 150 ദിവസം കഴിഞ്ഞു. ആമേൻ. ഈ ഭൂമിയിൽ ഒന്നും അവശേഷിക്കാതെ എല്ലാ ജഡവും, മൂക്കിൽ ശ്വാസമുള്ള സകല ജഡവും ചത്തു പൊങ്ങിയപ്പോൾ, ആമേൻ, ആമേൻ, 8-ാം അധ്യായം അതിൻ്റെ 7-ന്റെ ലാസ്റ്റ് വായിക്കുന്നു, നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അടുത്ത തൊട്ട് താഴത്തെ വാക്യം 8:1 വായിക്കുന്നു, ദൈവം നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. പ്രൈസ് ദി ലോർഡ്. എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത എന്ന് പറയുന്നത്, ഭൂമിയിൽ വലിയ ഒരു ആപത്ത് കടന്നു വരുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ അതാദ്യം അറിയിച്ചത് ദൈവ കൃപയുള്ള നോഹയാണ്. ആമേൻ, ഹല്ലേലൂയ. ഭൂമിയിൽ ജലപ്രളയം നിർത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ അതും ആദ്യം അറിയിച്ചത് നോഹയാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ ഭൂമിയിൽ എന്തു സംഭവിച്ചാലും ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മെ അത് മുൻകൂട്ടി അറിയിക്കും. ആമേൻ. അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടും ആമേൻ ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നെങ്കിൽ ആമേൻ അവൻ സർവ്വതും മുൻകൂട്ടി അവൻ നമ്മെ അറിയിക്കും. നീ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറയുന്ന ആ നല്ല കർത്താവ് നമ്മെ സകലതും അറിയിക്കും. ഇവിടെ 8-ാമത്തെ അധ്യായത്തിൽ ആമേൻ ആ നോഹയും മൃഗങ്ങളെയും ദൈവം ഓർത്തു ഭൂമിക്ക് മേലൊരു വലിയ കാറ്റടിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാറ്റിനോട് പറഞ്ഞു, നീ പോയി അടിക്കുക, ശക്തിയോടെ അടിച്ച് ആമേൻ ഹല്ലേലൂയ ആ ജലത്തെ ആമേൻ ഹല്ലേലൂയ ആവിയാക്കി കളയുക. അതുമാത്രമല്ല, ഈ പെട്ടകം ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പെട്ടകത്തിനെ ഒരു ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കേണ്ട ചുമതല ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ഒരു വലിയ കാറ്റടിച്ചു, ആ പെട്ടകം അവിടെ നിന്ന് മൂവ് ചെയ്യുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് താഴോട്ട് വായിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഇവിടെ ഒന്ന് ഓർത്ത് നോക്കണം. ദൈവം നോഹയെയും മൃഗങ്ങളെയൊക്കെ ഓർത്ത സമയത്ത് ഭൂമിയിൽ വെള്ളത്തിൻ്റെ ജലനിരപ്പെന്ന് പറയുന്നത് നമ്മൾ എവറസ്റ്റ് വെച്ച് കൂട്ടിയാൽ 29,000 അടി ഉയരത്തിൽ നിൽക്കുകയാണ്. 4-ാം വാക്യത്തിൽ അത് അരാരാത്ത് പർവ്വതത്തിൽ ഈ പെട്ടകം ഉറയ്ക്കുമ്പോൾ അരാരാത്ത് പർവ്വതത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12,760 അടിയാണ് ഈ അരാരാത്ത് പർവ്വതത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത്രയും ജലം ദൈവം കുറച്ച് ഭൂമിയിൽ നിന്നും ആദ്യം കണ്ട ഏറ്റവും സുരക്ഷിതമായ അരാരാത്ത് പർവ്വതത്തിൻ്റെ മേൽ ആ പെട്ടകം ഉറച്ചു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിലെ ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണെങ്കിൽ എവിടെയാണോ നമുക്ക് സുരക്ഷിതമാകുന്ന ആദ്യം ദൈവം നമ്മളെ അവിടെ ഉറപ്പിക്കും. ദൈവം നമുക്ക് വേണ്ടി ദൂതന്മാരെ അയക്കും. നമുക്ക് വേണ്ടി ഹല്ലേലൂയ തടസ്സങ്ങളായിട്ടുള്ള ദുർഘടങ്ങളെ ഇടിക്കും. നമുക്ക് വേണ്ടി ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കും. നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വഴികളെ തുറക്കും. ഹല്ലേലൂയ. അവനെ സേവിക്കുന്നവന് ആദ്യം മുൻഗണന കൊടുക്കുന്നത്, അവനെ ആശ്രയിക്കുന്നവന് ആദ്യം മുൻഗണന കൊടുക്കുന്നത്, അവനിൽ ഹല്ലേലൂയ മുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന വ്യക്തികൾക്കാണ് ആദ്യത്തെ ആമേൻ ആദ്യത്തെ ആ പരിഗണന ദൈവം നൽകുന്നത്. ഇവിടെ ഹല്ലേലൂയ നോഹയെ ആമേൻ അങ്ങനെ അവർ അരാറാത്ത് പർവ്വതത്തിൽ വന്ന് ഉറച്ചു. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആദാമിൽ നിന്ന് ജനിച്ച 10ാം തലമുറയിലുള്ള സകല ജനവും മരിച്ചതിന് ശേഷം ഇവിടെ ഇതാ പുതിയ ഒരു തലമുറ, നോഹയുടെ മക്കളായ ഷാം റാഫേത്ത് എന്ന 3 മക്കളിൽ നിന്നൊരു പുതിയ തലമുറ അവിടെ പുറപ്പെടുകയാണ്. അതുപോലെ കാൽവറി കുന്നിൻ്റെ മേൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മറ്റൊരു കുന്നിൽ മരിച്ചപ്പോൾ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു പുതിയ നിയമസഭ രൂപീകരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അരാറാത്തിൽ നിന്ന് ഒരു പുതിയ തലമുറയെ ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ ഇവിടെ കാൽവറിയിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ നിയമസഭ രൂപീകരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആ സഭയിൽ അംഗമാകാൻ കഴിഞ്ഞത് ദൈവം നമ്മളോട് ചെയ്ത മഹാഭാഗ്യത്തിൻ്റെ ഒരു അംശമാണ്. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നിന്നും ആ പെട്ടകം അവിടെ ഇറങ്ങി അരാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ആമേൻ ഹല്ലേലൂയ. അതിനുശേഷം 6ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, നോഹ പെട്ടകത്തിൽ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു, അവനൊരു മലങ്കാക്കയെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം നോഹ ചെയ്തത് ഒരു മലങ്കാക്കയെ കിളിവാതിൽ തുറന്ന് പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഈ മലങ്കാക്ക എന്ന് പറയുന്നത് ഒരു ജഡീകൻ, സഭയ്ക്കുള്ളിലെ ഒരു ജഡീകന് സാദൃശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം തൊട്ട് താഴോട്ട് പഠിക്കുമ്പോൾ ഒരു പ്രാവിനെ തുറന്നു വിട്ടു. പ്രൈസ് ദി ലോർഡ്. ആ പ്രാവെന്ന് പറയുന്നത് സഭയ്ക്കുള്ളിലെ ഒരു ആത്മീകൻ്റെ പ്രതിനിധിയാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ആമേൻ ഹല്ലേലൂയ. ഈ മലങ്കാക്കയെ പുറത്തു വിട്ടു. ഒറ്റ വാക്കിയ മലങ്കാക്കയെക്കുറിച്ച് അവിടെ പറയുന്നുള്ളൂ. അതിനെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ടു ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കുള്ളിൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട സഭയ്ക്കുള്ളിൽ വന്നതിന് ശേഷം ഹല്ലേലൂയ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അവൻ ദൈവ വചനപ്രകാരം ജീവിക്കാത്തൊരു ജഡീകൻ ഇതുപോലെയാണ്. അവൻ ഈ സഭയിൽ വന്നിരിക്കുമ്പോൾ ഈ മലങ്കാക്ക ഈ പെട്ടകത്തിൽ വന്നിരുന്ന് അവൻ പുറത്തോട്ട് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ചത്ത് പൊങ്ങിക്കിടക്കുന്ന മൃഗങ്ങളെയും മനുഷ്യനെയും കാണുമ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു ആഗ്രഹമാണ്, എനിക്കത് പോയി കൊത്തിപ്പറിക്കണം, എനിക്കത് പോയി കൊത്തിപ്പറിക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ള. എന്ത് ചെയ്യും? വന്നിരിക്കും, ഉടനെ തന്നെ തിരിച്ചു പോയി മലിനമായിട്ടുള്ള ഭക്ഷണം കഴിക്കും. തിരിച്ച് വീണ്ടും അന്നേരം ആലോചിക്കാൻ തിരിച്ച് വീണ്ടും പെട്ടകത്തിൽ പോകാം. പറന്നു വന്ന് പെട്ടകത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലിരിക്കും. വീണ്ടും നോക്കുമ്പോൾ അവിടെ മറ്റൊരു മൃഗം, മറ്റൊരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. വീണ്ടും ചെന്നിട്ട് അത് കൊത്തിപ്പറിക്കുന്ന ഒരവസ്ഥ. അതാണ് ഈ മലങ്കാക്കയെക്കുറിച്ച് പറയുന്നത്. അതുപോലെയാണ് ചില വ്യക്തികൾ, അതായത് സഭയിൽ അവർ കടന്നു വരുന്നുണ്ട്, ഹല്ലേലൂയ, എന്നാൽ അവർ ജീവിക്കുന്നത് ലോകപ്രകാരമായിരിക്കും. ആമേൻ. ഈ മലങ്കാക്കയെ പോലെ ഈ ലോകത്തിലുള്ള സകലതും അവർക്ക് ഇഷ്ടമാണ്. ആമേൻ. ഈ ലോകത്തിലുള്ള പ്രധാനമായിട്ട് ഒരു മനുഷ്യനെ, ഒരു ജഡീകനെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ തെറ്റിക്കുന്ന 3 കാര്യങ്ങളാണ്. 1 ഹല്ലേലൂയ നമ്മുടെ ജഡം, 2 ലോകം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ തെറ്റിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ 3 കാര്യങ്ങൾ, ഒന്ന് ഈ ലോകം, ജഡം, പിശാച്, ആമേൻ, ഇതിലൂടെ ആമേൻ കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ ഇട്ട് ഒരാത്മാവിനെ തെറ്റിച്ച് ഈ ലോകത്തിലേക്ക് ആക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ആ മലങ്കാക്കി കണ്ടു പഠിക്കുന്നവരായിട്ടല്ല. കാരണം ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയി കൊത്തിപ്പറക്കിയിട്ട് ഇഷ്ടമുള്ളപ്പോൾ പറന്ന് വന്നിട്ട് ആ പെട്ടകത്തിലിരിക്കുന്ന ഒരവസ്ഥയല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നേരെ മറിച്ച് ആ പ്രാവിനെ പോലെ ഹല്ലേലൂയ. അതൊന്ന് വായിക്കാമോ? 8ാം വാക്യം താഴോട്ട്. വെള്ളം കുറഞ്ഞോ എന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു. എന്നാൽ
സർവ്വഭൂമിയിലും വെള്ളം കിടക്കുകൊണ്ട് ആ. പ്രാവ് കാൽ വെക്കാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ച് തന്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. മതി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ ദൂത് അവിടെ കിടക്കുകയാണ്. ആ പ്രാവിനെ പറത്തിവിട്ടു. ആ പ്രാവ് ചെന്നപ്പോൾ മലിനപ്പെട്ട ജലം കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ, അഴുക്കായിട്ട് കിടക്കുന്ന മനുഷ്യനും മൃഗങ്ങളും ചത്ത് മരവിച്ച് അല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ് ആ കിടക്കുന്ന ആ മലിനപ്പെട്ട ജലത്തിൽ കാല് വെക്കാൻ കഴിയാതെ ആമേൻ ഹല്ലേലൂയ ആ പ്രാവ് തിരിച്ചു വന്നപ്പോൾ, അതായത് ആ ഭൂമിയിൽ അത് തൊട്ടില്ല, അതിൻ്റെ കാലുകൾ പോലും തൊട്ടില്ല. അതുകൊണ്ടാണ് അത് തിരിച്ചു വന്നപ്പോൾ യജമാനൻ കൈ നീട്ടി അതിനെ പിടിച്ചു. എന്നാൽ ഈ മലങ്കാക്ക വന്നപ്പോൾ കൈനീട്ടി പിടിച്ചെന്ന് അവിടെ പറയുന്നില്ല. കാരണം അത് മലിനപ്പെട്ടാണ് വന്നത്. ആമേൻ അത് വന്ന് ആ സഭയുടെ അല്ലെങ്കിൽ ആ പെട്ടകത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഇരുന്നിട്ട് വീണ്ടും അത് ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ഏതാ നല്ലത് എനിക്ക് പോയി വീണ്ടും തിന്നണമെന്നുള്ള ആഗ്രഹത്തോടെ. എന്നാൽ ഈ പ്രാവെന്ന് പറയുന്നത് യജമാനൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യേണ്ട ആ ഒരു മൈൻഡ് ആ പ്രാവിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഈ പ്രാവ് ചെന്നപ്പോൾ തന്നെ മനസ്സിലായി, എനിക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല, ഈ ലോകവും ഞാനും തമ്മിൽ ചേരത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തിരിച്ചു യജമാനോട് പറയാം, എനിക്കവിടെ വേണ്ട, എനിക്ക് ആ മലിനപ്പെട്ട സ്ഥലം എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ യജമാനൻ്റെ അടുക്കിലേക്ക് തിരിച്ചെത്തിയാൽ മതിയെന്നുള്ള ആ പ്രാവിൻ്റെ ഒരു ആഗ്രഹം അത് തിരിച്ചു വന്നപ്പോൾ യജമാനൻ അതിനെ കരം നീട്ടി സ്വീകരിച്ചതുപോലെ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ വേർപാടോടെ നിന്നാൽ ഹല്ലേലൂയ, അവന് വേണ്ടി ആഗ്രഹിച്ചാൽ ഹല്ലേലൂയ, ഒരു നാൾ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മളെ മാറോട് അണയ്ക്കുന്ന, നമ്മുടെ കരങ്ങളിൽ പിടിക്കുന്ന, വരൂ മകനെ വരൂ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ ക്ഷണിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ കരങ്ങ് പിടിച്ചു. അതിനുശേഷം വീണ്ടും 7 ദിവസത്തിന് ശേഷം വീണ്ടും ഈ പ്രാവിനെ അതേ പ്രാവിനെ തന്നെ പറത്തിവിട്ടു. അതേ പ്രാവിനെ, മറ്റൊരു പ്രാവിനെയല്ല, അതേ പ്രാവിനെ. കാരണം ആ യജമാനന് ആ പ്രാവിൻ്റെ മേലൊരു വിശ്വാസമുണ്ടായിരുന്നു. ആമേൻ. ആ യജമാനൻ ആ പ്രാവിനെക്കുറിച്ചൊരു അഭിമാനമുണ്ടായിരുന്നു. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും നീതിയോടും നിന്നാൽ നമ്മളെ ഓർത്ത് അഭിമാനിക്കുന്ന, നമ്മളെ ഓർത്ത് സന്തോഷം കൊള്ളുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ പ്രാവിനെ തന്നെ വീണ്ടും 7 ദിവസം കഴിഞ്ഞപ്പോൾ വിട്ടു. ആ പ്രാവ് കടന്നു പോയിട്ട് അവിടെ വായിക്കുന്നു, അതിൻ്റെ വായിൽ ഒരു പച്ച ഒലിവില. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണോ യജമാനൻ ആഗ്രഹിച്ചത് അത് തന്നെ ആ പ്രാവ് ചെയ്തു. യജമാനൻ ആഗ്രഹിച്ചത് ആ വെള്ളം കുറഞ്ഞു എന്നുള്ളത് യജമാനൻ അറിയണം. ഭൂമിയിലെ വെള്ളം കുറഞ്ഞു എന്ന് യജമാനൻ അറിയണം. പ്രാവ് നോക്കിയപ്പോൾ ആ വെള്ളം കുറഞ്ഞത് കൊണ്ടാണ് അവിടെ ഒരു ഒലിവും വൃക്ഷത്തിൻ്റെ വൃക്ഷം കാണായി വന്നു. അപ്പോൾ ഓടിച്ചെന്ന് അതിൽ നിന്നൊരു നല്ല ഒലിവില പറിച്ചുകൊണ്ട് യജമാനൻ്റെ കയ്യിൽ കൊണ്ട് ആ പ്രാവ് ഏൽപ്പിച്ചു. അപ്പോൾ യജമാനന് മനസ്സിലായി, ഭൂമിയിൽ വെള്ളം കുറഞ്ഞു തുടങ്ങി. ആമേൻ. എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ള, ആമേൻ, ആ ഒലിവില എന്നുള്ളത് സുവിശേഷത്തെ കാണിക്കുന്നു. ആമേൻ. സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ്. ഞാൻ ഹല്ലേലൂയ മത്തായിയുടെ പുസ്തകം 28 ലാസ്റ്റ് ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും, നിങ്ങളോ പോയി ആമേൻ ഹല്ലേലൂയ അനേകരെ എൻ്റെ നാമത്തിൽ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിച്ച ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, അവൻ്റെ വചനം പ്രഘോഷിക്കുന്നവരാകുവാൻ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആ പ്രാവിനെ പോലെ ഹല്ലേലൂയ ഈ നാളുകളിൽ ഹല്ലേലൂയ ആമേൻ ആ ദൈവത്തിൻ്റെ ആ യജമാനൻ്റെ ഇഷ്ടം ചെയ്ത പ്രാവിനെ പോലെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഒരു ആത്മീകൻ എന്ന നിലയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആ മലങ്കാക്കയെ പോലെ ലോകത്തിൻ്റെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയല്ല, നേരെ മറിച്ച് ആ പ്രാവിനെ പോലെ ആ യജമാനൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും 3ാമതും അതേ പ്രാവിനെ തന്നെ വിട്ടു. ഈ പ്രാവശ്യം യജമാനൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാവ് തിരിച്ചു വരരുത്. ഒരു പക്ഷേ ഇത് തിരിച്ചു വന്നാൽ ഈ വെള്ളം കുറഞ്ഞിട്ടില്ല എന്ന് യജമാനന് മനസ്സിലാവും. അതുപോലെ തന്നെ സംഭവിച്ചു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞെന്ന് പ്രാവിന് മനസ്സിലായപ്പോൾ പ്രാവിന് മനസ്സിലായി, ഇനി ഞാൻ തിരിച്ചു ചെന്നാൽ എൻ്റെ യജമാനൻ്റെ ദൗത്യം, യജമാനൻ എന്ത് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു ആ ദൗത്യം തീർക്കാൻ എനിക്ക് കഴിയത്തില്ല. യജമാനൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രാവിന് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ പ്രാവ് യജമാനൻ്റെ ഇഷ്ടമുള്ളതുപോലെ വീണ്ടും 3ാമത് പോയപ്പോൾ വെള്ളം കുറഞ്ഞതുകൊണ്ട് തിരിച്ചു വന്നില്ല. അപ്പോൾ യജമാനന് മനസ്സിലായി ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന്. പ്രൈസ് ദി ലോർഡ്.
യജമാനൻ എന്താഗ്രഹിച്ചോ അതുപോലെ തന്നെ ആ പ്രാവ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമുക്കും യജമാനൻ എന്താഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ചെയ്യാം. ഹല്ലേലൂയ. ആത്മീക വളർച്ച പ്രാപിച്ചുകൊണ്ട്, ആത്മീക അന്ധത മാറ്റിക്കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ആത്മാക്കളെ നേടുവാൻ, ഹല്ലേലൂയ, ആത്മീക യുദ്ധം ചെയ്യുന്നവരായിട്ട്, പ്രൈസ് ദി ലോർഡ്, ആത്മീക ആരാധനയിൽ പങ്കാളികളായിക്കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ആത്മീക ജീവിതം ജീവിക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? യൂദയുടെ പുസ്തകം 20-21 വാക്യങ്ങളൊന്ന് വായിക്കാമോ? നിത്യജീവൻ 20-21 യൂദയുടെ പുസ്തകം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ആ കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ ആമേൻ സൂക്ഷിച്ചുകൊള്ളുവാൻ, ഹല്ലേലൂയ, കർത്താവിനാൽ സ്ഥാപിതമായ ഈ പുതിയ നിയമസഭ എന്ന പെട്ടകത്തിൽ അവന് വേണ്ടി, ഹല്ലേലൂയ, കയറുവാൻ അനുവാദം ലഭിച്ച നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ അവസരം തന്നു ദേവദാസനെ നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം നമുക്കിന്ന് രാത്രി കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഭാഗം ഇതാണ്. 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, ഉൽപ്പത്തി 6:8. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇന്ന് രാത്രികാലം കൃപ ലഭിച്ചവർ, ഞാൻ ഈ കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് ഒന്ന് അടുത്ത ഭാഗം ഒന്ന് വായിച്ചപ്പോൾ കുറച്ചുകൂടി എന്നെ ചിന്തിപ്പിക്കാനിടയായത്. അതേ ബുക്കിൽ, അതേ പുസ്തകത്തിൻ്റെ 19 ഒന്ന് വായിച്ചേ. അതേ പുസ്തകത്തിലെ 19. കാണിച്ചിരിക്കുന്നു. നിനക്ക്